ഓൾഡ് ഹോമിൽ അതിക്രമിച്ച് കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത്. പട്ടിണിയും ആടി ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറെ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് 2-3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അനാമിക വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ചെയ്യണ്ടേന്ന് വിചാരിച്ചൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. പിന്നെയും ഒരുപാട് പേര് ആ ഒരു വീഡിയോ ചെയ്തത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഇത്രത്തോളം വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ചൈൽഡ് ലൈനിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നു, അതുപോലെ കുറേ പേര് ഇങ്ങനെ പറയുന്നത് കേട്ടു. ആദ്യമൊക്കെ ഞാനും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതായിരുന്നു, എനിക്കും നല്ല ഇഷ്ടമുള്ളതായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് വിവരങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അതിലൊക്കെ വരുന്നത് അനാമിക പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞിനെയാണ് ജന്മം നൽകിയിരിക്കുന്നത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ വെറും 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് ആ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും പോസ്കോ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരു ന്യൂസിലെ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ശാരീരിക വളർച്ച, പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നിങ്ങളിത് കണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ അനാഥാലയത്തിലും ഒക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഇതാണ്. അപ്പോൾ ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രതി ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മോനാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത്, അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മോനാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓരോ ഇൻ്റർവ്യൂകളും ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എന്തൊക്കെയൊക്കെ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. എനിക്ക് നേരത്തെ ഒരു സംശയം തോന്നിയതായിരുന്നു. പക്ഷെ നമ്മളൊന്നും അറിയാതെ നമ്മൾ അതിന് പ്രതികരിക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇവരുടെ ഒട്ടുമിക്ക വീഡിയോസുകളും ഞാൻ കാണുന്നതാണ്. ഇവരുടെ ഓരോ വീഡിയോസുകളും ഒരുപാട് തോന്നുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ ആണെങ്കിലും പുള്ളിക്കാരൻ എന്തൊക്കെയോ അസ്വസ്ഥതയുള്ളതുപോലെ, അതുപോലെ പറയുന്നതൊക്കെ വാക്കുകളൊക്കെ പൊരുത്തക്കേട്. അതുപോലെ ആ പെൺകുട്ടിയാണെങ്കിൽ അവരെ പുകഴ്ത്തി മാത്രമാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോഴേക്കും അങ്ങോട്ട് വാ തോരാതെ സംസാരിക്കണം. എന്താ പറയുക, നമ്മൾക്ക് ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് കാണിക്കും എന്തൊക്കെയൊക്കെയോ ഒരു പൊരുത്തക്കേടുള്ളതായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു അമ്മൂമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പും പുറത്ത് വന്നിട്ടുണ്ട്. എന്തിനാണെങ്കിലും എന്തൊക്കെയൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഈ ചൈൽഡ് ഹോം ആണെങ്കിലും അതുപോലെ തന്നെ പല ഇതും എടുത്ത് നോക്കുന്ന സമയത്ത് പല അനാശാസ്യം പലതും നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഇത് നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് മാത്രം ഇതൊന്നും തോന്നിയിട്ടില്ല. എന്നാലും എന്തൊക്കെയൊക്കെയോ എവിടേക്കൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കും തോന്നിയിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മളൊന്നും അതിനെക്കുറിച്ച് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്ത് വരട്ടെ. എന്തായാലും അവിടുത്തെ ഒരു മുത്തശ്ശി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഷെഫീന ബീവിയുടെ ചാനലിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതും കൂടെ അതിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. പട്ടിണിയും ആടി ഇവിടെ ആഹാരമൊന്നും ഇല്ലടി. ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത കുറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വീടും അതുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയും എന്നെ കൊണ്ടാക്കടി. വല്ലാത്ത വിഷമം. തീരെ വയ്യാടി, പനി പിടിച്ച് കിടക്കുക. ആശുപത്രി പോലും കൊണ്ടുപോവുകയില്ല.
നിങ്ങളെ ഞാൻ വിളിച്ചെന്ന് അറിയിക്കരുത്. എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു, ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പനെ ഓർത്തെങ്കിൽ നീ എന്നെ രക്ഷിക്കടി. ഞാനെന്തോ ഒരാളാണ് നിങ്ങളോട് ചെയ്തത്. ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ അമ്മേ? അതിയൊക്കെ അവിടെ എടുത്തിട്ടുണ്ടോ ഫോണ്? ഇല്ല, ഞാനത് റെക്കോർഡ് ചെയ്യുക, അല്ലാതെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓൾഡ് ഏജ് ഹോമിൽ അതിക്രമിച്ച് കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ എൻ്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമിലും ഓൾഡ് ഏജ് ഹോമിലെയും കാര്യങ്ങൾ നോക്കണമെന്നാണ് ചേച്ചി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റത്തില്ല ചിൽഡ്രൻസ് ഹോമിലെ. അതുകൊണ്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കര വെച്ച്. ഞാൻ 3 മാസം കിടപ്പിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു. എൻ്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടിയും പറഞ്ഞു, ചേച്ചി ഓൾഡ് ഏജ് ഹോമിൽ നിന്നോ, ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കരാറിന്റെ പുറത്ത് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടാണ് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയത്. ചേച്ചി എന്തർത്ഥത്തിലാണ് ഇങ്ങനെ വന്നിരുന്ന കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അടുത്തത്, നമുക്കൊരു നേരത്തെ ആഹാരമോ വസ്ത്രമോ പാർപ്പിടവോ തരുമ്പോൾ നിങ്ങളോട് സ്നേഹമുള്ളവർ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരു ദിവസം കണ്ട എന്നോട് എന്തിനാ ചേച്ചി അവരുടെ കഷ്ടപ്പാട് പറയുന്നത്? എന്തിനാ പറയുന്നത്? അതിനുള്ള മറുപടി ചേച്ചി എനിക്ക് താ. ഇനി പിന്നെ ചേച്ചി പറയുന്നതാണ്, കുട്ടികളുടെ വീഡിയോ എടുക്കാൻ ചെന്നു. കുട്ടികളപ്പം എന്നെ വഴക്ക് പറഞ്ഞു. ഞാനുമായിട്ട് വഴക്കുണ്ടായപ്പം ചേച്ചി എന്നെ പറഞ്ഞു വിട്ടെന്ന്. ആദ്യം കുട്ടികളുമായിട്ട് വഴക്കിട്ടെ. കുട്ടികളുമായിട്ട് വഴക്കും ഇട്ടിട്ടില്ല, കുട്ടികളുമായിട്ട് നല്ല സ്നേഹമായിരുന്നു. ആ കുട്ടികളെ ചേച്ചി പറഞ്ഞ് വീഡിയോ ഇരിപ്പുണ്ട്, കേസ് കൊടുത്തപ്പം ആ വീഡിയോ ഒക്കെ സബ്മിറ്റ് ചെയ്തെന്ന്. ആ വീഡിയോ ഒന്ന് പുറത്ത് കാണിക്കണം. ഞാൻ നിന്നപ്പോൾ ഉള്ള വീഡിയോകളൊന്ന് പുറത്ത് കാണിക്കണം. തലയിൽ പേൻ ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുക. അതെല്ലാം കൂടി ഞാനും ഈ സുമയും കൂടി നിന്നാണ് എണ്ണയൊക്കെ തേച്ച് ചീകി വൃത്തിയാക്കി പേനൊക്കെ കൊന്ന് ആ കുട്ടികളെ കുളിപ്പിച്ച് സ്കൂളിൽ ഇടുന്നത്. മനസ്സിലായോ? ആ ഫുട്ടേജൊക്കെ ഒന്ന് വിട് ചേച്ചി. CCTVയിലുള്ള ആ ഫുട്ടേജൊക്കെ ഒന്ന് വിട്, ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെ ഈ ബഹളം ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതും കൂടിയൊക്കെ ഒന്ന് വിടണേ. ഞാനും കൂടി ഒന്ന് കാണട്ടെ. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാനും കൂടി ഒന്ന് കാണട്ടെ. ഞാൻ പോകുന്നതിൻ്റെ തലേന്നാണ് അമ്മമാരെന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് പുളിച്ച കഞ്ഞി കിട്ടി, ഇങ്ങനെ അമ്മ ഇത് എന്നും ഇങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മമാർ പറഞ്ഞത്, മിക്ക സമയവും അന്നദാനം ഉണ്ടെങ്കിൽ 2-3 ദിവസം തിളപ്പിച്ചൂറ്റി കഞ്ഞിയായിട്ടും ചോറായിട്ടും തരുമെന്ന്. അതവിടെ നിൽക്കട്ടെ. കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതാണോ തരുന്നത്? കുട്ടികൾ പറഞ്ഞത് അമ്മമാർക്ക് മാത്രമേ കൊടുക്കൂ, ഞങ്ങൾക്ക് തരില്ലെന്ന്. അതെന്തുകൊണ്ടാ? CWCയുടെ ഫണ്ടിൽ അവർ ചെയ്തു തന്ന ബിൽഡിങ്, CWCയുടെ ശുപാർശയിൽ അവിടെ വന്ന കുട്ടികൾ, പിന്നെ അവരുടെ ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടായത് കൊണ്ടാണ് അവർക്കത് കൊടുക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫുഡും അവർക്ക് കൊടുത്തതിന്. ഞാൻ കേസ് കൊടുത്തു. ഞാൻ അവിടെ വന്നിട്ട് ഈ 2 കുട്ടികളെ, അതായത് ഈ അമ്പിളി എന്ന് പറയുന്ന കുട്ടിയെയും പിന്നെ ലക്ഷ്മിയെയും അവിടുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റണം. അവർക്ക് അമ്പിളി എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ 9 വയസ്സും 3.25 വയസ്സും പ്രായമുള്ള കുട്ടികളുടെ അമ്മയാണ്. പോഷകാഹാരമില്ല. നേരം വെളുത്ത് 6 മണി തൊട്ട് തുടങ്ങുന്ന ജോലിയാണ്. ആ ഓൾഡ് ഏജ് ഹോമിലുള്ള അത്രയും ആൾക്കാരുടെ തുണി കഴുകണം, അവർക്ക് 3 നേരം കഴിക്കുന്ന പാത്രം കഴുകണം, അവിടെ മൊത്തം അടിച്ചു വാരണം. ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനം നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുമായിരുന്നു ആ കുട്ടിക്ക് അതൊക്കെ വരാനായിട്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അവിടുത്തെ ഒരു മുത്തശ്ശിയുടെ കുറച്ച് വോയിസ് ക്ലിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു പനി വന്നിട്ട് പോലും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ അവർ വരുത്തി തീർക്കുന്നത് ഇവർ ആരൊക്കെയോ ചെയ്യിപ്പിച്ചു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ചില വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം, പക്ഷേ ആർക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലും എനിക്കെന്തോ കുറച്ച് പൊരുത്തക്കേടുകൾ തോന്നി. ഇവരെന്തോ ഒരു ഇൻ്റർവ്യൂവിലാണ്, ഇവരുടെ ഒരു വീഡിയോയിലാണ് തോന്നുന്നത്. വീഡിയോയിൽ എന്തോ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടത്, എനിക്കത് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ എന്തായാലും അതിലിവർ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, സത്യം ബോധ്യപ്പെടുത്താമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലും എന്തൊക്കെയോ ഇതുണ്ട്. നിങ്ങൾക്ക് പക്ഷേ യാതൊരു കാരണവശാലും ഇവിടെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്. എന്തായാലും ഇവർ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഫയൽ ചെയ്തു, അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇതേപോലെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി വീഡിയോ ഇടുന്നത്. ഞാനിപ്പം ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരും ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടേക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇടുന്നതിൻ്റെ കാരണം എനിക്ക് ഇവിടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമും ചിൽഡ്രൻസ് ഹോമും ആണ്. അതായത് 10-70 പേര് ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ താമസക്കാരായിട്ടുണ്ട്. അപ്പോൾ ഈ 70 പേർക്ക് നമുക്ക് സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ നല്ല മനസ്സുള്ള കുറേ വ്യക്തികൾ, കുറേ സ്പോൺസർമാർ നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പം അവർ എല്ലാവരും ഇപ്പം കുറച്ച് സ്പോൺസർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ മറുപടി കൂടിയാണ് അത്. ഇത് 2009 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 സ്റ്റാർട്ട് ചെയ്തിട്ട് 2011 മാർച്ച് 13 എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത്. അപ്പം ഇപ്പം 14 വർഷമാവുന്നു എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട്. ഈ 14 വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കി, ഇവിടുത്തെ അമ്മമാരെ നോക്കി, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ഞാൻ ജീവിച്ചു വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കിയെടുക്കണം. എന്ന് വെച്ചാൽ കുറേ റിയാക്ഷൻ വീഡിയോ ഞാനിങ്ങനെ കാണുകയുണ്ടായി. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടായിട്ട് ഞാനൊന്ന് പറയുക, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. അപ്പം എനിക്ക് അറിയാത്ത ഒരാളോട് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സത്യസന്ധത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം. ഇവിടെ നേരിട്ട് ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം. ഇവിടെ വന്ന് ഇവിടെ എല്ലാത്തിനും തെളിവുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്കെല്ലാം കണ്ട് ബോധ്യപ്പെടാം. പക്ഷേ നിങ്ങളിത് ആവശ്യപ്പെട്ട് ഇവിടെ വരുമ്പം നിങ്ങളെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റായി തോന്നി എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കുക. അതായത് അപ്പം എനിക്കൊരു കുടുംബമുണ്ട്, ഇവിടെ ഇത്രയും അന്തേവാസികളല്ല, എൻ്റെ അമ്മമാർ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ താമസക്കാരായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ഇടുമ്പം ഇത് പേഴ്സണലായിട്ട് എന്നെയും എൻ്റെ ഇവിടുത്തെ ആൾക്കാരെയും താമസക്കാരെയും എന്ന് വെച്ചാൽ ആരും ഇല്ലാത്തവരെ ഉള്ളത്. അപ്പം അത്ര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം നിങ്ങൾ സത്യസന്ധത അറിഞ്ഞിട്ട് വേണ്ടേ അതിന് പ്രതികരിക്കാനെ കൊണ്ട്. നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പം ഈ ലോകം മൊത്തം കാണുന്നൊരു കാര്യമല്ലേ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇതെല്ലാം ഞാൻ പേപ്പറിനകത്ത് എഴുതി വെച്ചു. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത് ഒന്നും വിട്ടു പോവല്ലോ, ഞാൻ എന്തെങ്കിലും മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുക. കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഇതിൽ തന്നെയാണ് അവരത് പറയണത്. ഞാൻ വേറെ വീഡിയോ ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാം, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. റിയാക്ഷൻ ചെയ്യുന്നവർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ വന്നിട്ട് മനസ്സിലാക്കാം, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. ശരിയാണ്, ഇവരെ ആശ്രയിച്ച് ഒരുപാട് ആളുകളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇത് അന്വേഷിക്കാനൊക്കെ ആളുകൾ പോകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ ഇതാവുന്നത്. എന്താണെന്ന് വെച്ചാൽ 18 വയസ്സ് തികയുന്നതിന് മുമ്പാണ് ആ പെൺകുട്ടി ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇതെടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. ആ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസവും, പക്ഷേ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞാണ്. 10 മാസം അല്ലെങ്കിൽ 9 മാസം തികഞ്ഞ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനാണ് ആ കുട്ടി ജന്മം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയൊക്കെയോ ദുരൂഹതകളും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. എന്തായാലും സത്യാവസ്ഥകളൊക്കെ പുറത്തു വരട്ടെ. അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കമൻസുകൾ കണ്ടു. അവരെ ഒരുപാട് പേര് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്,
കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമൻസുകൾ കണ്ടു. ശരിയാണ്, അങ്ങനെ ആയിരിക്കാം, അങ്ങനെയും ചിലപ്പം ആയിരിക്കാം, ചിലപ്പോൾ നേരെ തിരിച്ചും ആയിരിക്കാം. ചിലപ്പോൾ ആ മോൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം, അങ്ങനെ ആയിരിക്കാം ഇവർ തമ്മിൽ ചിലപ്പോൾ ഇഷ്ടമോ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കാം ആ മോള് ഗർഭിണിയായത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നും ഇതിൽ അന്വേഷിക്കണം. എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഇത് വരുന്ന സമയത്ത് അതിൽ പൂർണ്ണ കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്വം അവർ നടത്തിപ്പുകാർ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സംതിങ് റോങ് ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും സത്യം പുറത്ത് വരട്ടെ. എന്ത് തന്നെയാണെങ്കിലും ഇതിപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ ഒരു ഇത് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവരുടെ ഒട്ടുമിക്ക വീഡിയോകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഞാനും പ്രതികരിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് കരുതിയത്. അപ്പോൾ ഇവരുടെ ഒരു വീഡിയോസിൽ എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്കുകൾ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. മോശമായിട്ട് പ്രതികരിച്ചാൽ, മോശമായിട്ടൊരു കാര്യം ചെയ്താൽ, ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് ഇവർ നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവർ കുടുംബൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇത് അടൂർ സ്റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു. ഇവർ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബൻ സ്റ്റേഷനിൽ നിന്ന് ഇവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കുടുംബൻ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഇട്ട്. അപ്പോൾ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പോൾ പ്രതികരിച്ചു. ഞാൻ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. നമ്മൾ ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവൃത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അടൂർ സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെ അടൂർ സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവരെ വഴക്ക് പറഞ്ഞു, ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ചെയ്തിട്ടില്ലായിരുന്നെന്ന് ഈ 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ ചെയ്യിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു. പിന്നെയെന്ന് വെച്ചാൽ അവരതിനകത്ത് ഇട്ടേക്കുന്നു 2022 അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആൾ വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെടാം. ഇവർ കൊടുത്ത അപേക്ഷ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചു പോയത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പൂട്ടാനൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ? 2022 ഒരു കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. നമ്മുടെ ഇവിടെ എല്ലാം ഇൻസ്പെക്ഷന് വന്നു, ഇവിടെ ഒരു തെറ്റുകുറ്റവും ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ CWC വഴിയാ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ 70 പേരോളം ഇവിടെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളുമായിട്ട് നല്ല സഹകരണമാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തു അപ്പോൾ ഇതൊക്കെയാണ് അവർ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സത്യാവസ്ഥ പുറത്ത് വരട്ടെ. അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പത്തനംതിട്ട ഇതിലാണ് നടത്തുന്നത്, അതുപോലെ തന്നെ അവിടെ ഉള്ളവരൊക്കെ ഇതിനെതിരെ കുറ്റം പറയേണ്ട ഒരാൾ മാത്രം വന്ന് നിന്നതുകൊണ്ട് അവർ പറയണത് മാത്രം കേട്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എന്തൊക്കെയൊക്കെ എടുത്ത് പറയുന്നു. ആ തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്താ ചോദിച്ചാൽ അനാമികയുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഹാപ്പിയാണ്. ഇപ്പം നമ്മൾ വീഡിയോൻ്റെ മുമ്പിൽ വരുന്നതല്ലല്ലോ ജീവിതം, അതിന് പുറകെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സ് പറയുന്ന കുറേ ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കൂടുതൽ കാര്യങ്ങളായിട്ട് വരട്ടെ. ഇപ്പം എന്തായാലും ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. അപ്പോൾ പോസ്കോ കേസിന് കേസ് എടുത്തിട്ടുണ്ട്, പക്ഷേ പ്രതി ചേർത്തിട്ടില്ല, ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അനാമികയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണോ അതോ അനാമിക
ഇതിന് ബലിയാടായിരിക്കുവാണോ എന്താണെന്നുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് പുറത്ത് വരട്ടെ. അപ്പോൾ മാത്രം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുള്ളൂ. നമുക്കൊന്നും അറിയാതെ പെട്ടെന്ന് നമ്മളിത് എടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ തന്നെ ഇതാവേണ്ടി വരും. റിയാക്ഷൻ ചെയ്യുന്നവർ അങ്ങനെ മതിയായ തെളിവുകളില്ലാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പറയുമൊന്നുമില്ല. അവർക്ക് മതിയായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് അവരിതെടുത്ത് പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നവരെ അങ്ങനെ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. റിയാക്ഷൻ ചെയ്യുന്നവരുടെ വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് എത്രയോ കേസുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ മുഖം മൂടി വലിച്ചു കീറി പുറത്ത് വന്നിട്ടുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ റിയാക്ഷൻ ചെയ്യുന്നവർ അതിൻ്റെ ചില ആളുകൾ ഇപ്പോൾ നമ്മളെടുത്ത് നോക്കണേ, ഇപ്പോൾ അടുത്ത് തന്നെ രേണുസുധിയുടെയൊക്കെ വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡാനി ആണെങ്കിലും അതുലാണെങ്കിലും അവരൊക്കെ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുക്കുമൂലി അറിഞ്ഞിട്ടൊന്നുമില്ല, അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ അവർ പ്രതികരിക്കുള്ളൂ, ഒന്നും കാണാതെ ഒന്നും പ്രതികരിക്കില്ല. അപ്പോൾ എന്തായാലും ഇതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ളൊരു ഇത് വേണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് അതിൽ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നതും ഈ അതിൽ തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇവരൊരു വിവാഹം കഴിച്ചു, രണ്ടാമത്തെ വിവാഹം കഴിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്യൂസാണ്. അതിനും കുറേ പേര് നെഗറ്റീവ്സ് പറയുന്നുണ്ടായിരുന്നു. അതിനൊന്നും നെഗറ്റീവ്സ് പറയേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതിലെന്തെങ്കിലും കള്ളത്തരങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പുറത്ത് കൊണ്ടുവരണം. അത് ഏത് വിധേനയാണെങ്കിലും അത് പുറത്ത് കൊണ്ടുവരണമെന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് അറിയാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.